ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ചാനൽ. ഇന്ന് നമ്മളൊരു കളർഫുൾ എക്സ്പെരിമെൻറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളൊരു ടംബ്ലർ എടുത്തിട്ടുണ്ട്. ഇനി വേറൊരു ഗ്ലാസ്സിൽ ഒരു റെഡ് ലിക്വിഡ് കാണാം. ഇനി നമ്മൾ ഈ ലിക്വിഡ് ഇതിലോട്ട് ഒഴിക്കാൻ പോവാണ്. നമുക്ക് ഒഴിക്കാം. ഇതിലോട്ട് ഞാൻ ഒഴിച്ചപ്പോൾ ഇത് യെല്ലോ ആയി. കണ്ടോ? എന്തുകൊണ്ടാണ് ഇത് യെല്ലോ ആയത്? ഈ ടംബ്ലറിൽ ഇത് റെഡായിരുന്നു. അത് ഞാൻ ഈ ഒരു എംറ്റി ടംബ്ലറിലോട്ട് ഒഴിച്ചപ്പം ഇത് യെല്ലോ കളറായി. വാട്ട് ഈസ് ദ റീസൺ? റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടംബ്ലർ എംറ്റി ആയിരുന്നില്ല. ഈ ടംബ്ലറിൽ ആദ്യം തന്നെ ലെമൺ സ്ക്വീസ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു റെഡ് ലിക്വിഡിനെ ഞാൻ ഇതിലോട്ട് ഒഴിച്ചത്. ഈ റെഡ് ലിക്വിഡ് എന്ന് പറയുന്നത് ടെർമറിക് പൗഡറും അതേപോലെ തന്നെ സോപ്പ് പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടാക്കിയ റെഡ് ലിക്വിഡാണ്. അപ്പോൾ ഇത് എന്താണ്? സോപ്പ് പൊടി എന്ന് പറയുന്നത് ഒരു അസിഡിക് മീഡിയം ആയിട്ടുള്ള, അതായത് കെമിക്കൽ ആയിട്ടുള്ള ഇൻഡിക്കേറ്ററാണ്. അത് നമ്മൾ എന്ത് ചെയ്തു? ഒരു നാച്ചുറൽ ആയിട്ടുള്ള ലെമൺ വെച്ചിട്ട് ഇൻഡിക്കേറ്റർ വെച്ച് ഒഴിച്ചപ്പോൾ ഇത് സംഭവിച്ചു, യെല്ലോ ആയി. താങ്ക് യു. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ചാനൽ. ഇന്ന് നമ്മളൊരു കുട്ടി എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതിൽ നമ്മളൊരു ഗ്ലാസ്സിൽ ഫുള്ളായിട്ട് വെള്ളം നിറച്ചിട്ടുണ്ട്. ഇത് നമ്മളൊരു പേപ്പർ ഇതിലോട്ട് വെച്ച് കൊടുക്കാൻ പോവാണ്. പ്രസ് ചെയ്തു. നമ്മളിതിനെ നേരെ കമിഴ്ത്താൻ പോവാണ്. ഇത് കണ്ടോ? എന്തുകൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നത്? വാട്ട് ഈസ് ദ റീസൺ? കാരണം നമ്മൾ ഈ വെള്ളം, നമ്മൾ സാധാരണ പേപ്പർ വെക്കാണ്ട ക്ലാസ് വരുമ്പോൾ വെള്ളം പെട്ടെന്ന് പുറത്തേക്ക് പോകും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എയർ ക്ലാസ്സിനുള്ളിലോട്ട് കയറുമ്പോഴാണ് വെള്ളം പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പേപ്പർ വെച്ചപ്പം ഇവിടെ അടിയിൽ എയർ നിൽക്കുന്നുണ്ട്. എയർ പേപ്പറിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പേപ്പർ വീഴാത്തതും വെള്ളം പോവാത്തതും. താങ്ക് യു.